കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന്. താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസിന്റെ അധ്യക്ഷതയിലാണ് യോഗം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ചയാകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിപാലാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് മനീഷ്. ഈ യോഗത്തിന്റെ അജണ്ട എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയാകുന്നത്? മനീഷ് മഹിവാലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിനിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. രജിസ്ട്രാറെ സർവകലാശാല VC സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനം, പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. അതിനിടയിലാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം കൂടി മറികടന്നുകൊണ്ട് വൈസ് ചാൻസലറുടെ തീരുമാനമുണ്ടായത്. അതിൽ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടെ താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരാൻ പോവുകയാണ്. രജിസ്ട്രാറുടെ സസ്പെൻഷനും ആ യോഗത്തിന്റെ അജണ്ടയായി മാറുന്നുണ്ട്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്. ശ്രീജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിഞ്ഞ ദിവസം 16 അംഗ ഇടത് അനുകൂല ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്ക് കത്ത് നൽകിയത്. ഒപ്പം തന്നെ ഒരു UDF അംഗം ഇത് സംബന്ധിച്ച് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് BJP അംഗവും കത്ത് നൽകിയിട്ടുണ്ട്. ഇന്ന് എന്താണെങ്കിലും വലിയ സുരക്ഷ ഈ സർവകലാശാല പരിസരത്ത് പോലീസ് നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അടക്കം VC രജിസ്ട്രാർ ഓഫീസിലെത്തി, PR ഓഫീസിലെത്തി ചില പരിശോധന നടത്താൻ എത്തിയത് വലിയ വിവാദമായിരുന്നു. അവിടെ എത്തിയത് ഇടത് അനുകൂല അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞത് വിവാദമായിരുന്നു. ഇതെന്താണെങ്കിലും ഈ യോഗത്തിൽ അജണ്ട തീരുമാനിക്കുന്നത് VC ആണ്. സിസ തോമസ് ആയിരിക്കും ആ അജണ്ട തീരുമാനിക്കാനുള്ള അധികാരമുള്ളത്. പക്ഷേ ഭൂരിപക്ഷമുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. അവർ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ രജിസ്ട്രാർക്കെതിരായ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ എടുക്കേണ്ട തീരുമാനം സംബന്ധിച്ച് അല്ലെങ്കിൽ സത്യവാങ്മൂലം സംബന്ധിച്ചൊക്കെ തന്നെ തീരുമാനമെടുക്കാൻ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ ഇടത് അനുകൂല അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ രീതിയിലുള്ള ചർച്ചകൾ ഇന്നത്തെ ഈ യോഗത്തിൽ എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനെ ഏത് രീതിയിലായിരിക്കും VC നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. കാരണം താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് ഇന്നത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം അടുത്ത ദിവസം ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടത്. കാരണം നിലവിൽ സസ്പെൻഷനിലായിട്ടുള്ള അനിൽകുമാറിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ VC കൊടുക്കുന്ന സത്യവാങ്മൂലം ഏറ്റവും നിർണായകമായ കാര്യമാണ്. നിലവിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഭിഭാഷകൻ മുഖേന കൊടുത്തിട്ടുള്ള ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം PRO നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ പരിപാടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു അനുമതി നൽകിയ ശേഷം റദ്ദാക്കിയത് PRO നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നിലവിൽ അനിൽകുമാർ കോടതിയിൽ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം സിസ തോമസ് PRO ഓഫീസിലെത്തി അവിടെയുള്ള രേഖകൾ, കമ്പ്യൂട്ടർ അതായത് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ചത്, സ്ക്രീൻഷോട്ടുകൾ അടക്കം ശേഖരിക്കാൻ എത്തിയതും അത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇതിനെ നേരിടാൻ സ്വന്തമായി ഒരു അഭിഭാഷകനെ തന്നെ VC നിലവിൽ ഹൈക്കോടതിയിൽ വയ്ക്കുകയാണ്. അങ്ങനെ ആ രീതിയിൽ നേരിടാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണയുമായി ഇടതനുകൂല സംഘം, ഇടതനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതിനെ എതിർത്തുകൊണ്ട് BJP അംഗം രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിലെ തീരുമാനം, അത് ഹൈക്കോടതിയെ സംബന്ധിച്ച് ഈ VCയുടെ സസ്പെൻഷനെ സംബന്ധിച്ചുള്ള തീരുമാനം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ സമീപിക്കുമ്പോൾ കൊടുക്കുന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറ്റവും നിർണായകമായിരിക്കും. മനുഷ്യ ഹൈക്കോടതി വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി സത്യവാങ്മൂലം തയ്യാറാക്കുമ്പോൾ അത് ഏത് രീതിയിൽ വേണം, കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അതിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഈ നീക്കം, ഇടതംഗങ്ങളുടെ നീക്കം, അത് ഈ യോഗത്തിൽ ഏത് രീതിയിൽ സ്വീകരിക്കപ്പെടും? ക്രിസ്റ്റീന, നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേ, അതായത് ഈ അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തുള്ള ഹർജിയോട് തന്നെ ഹൈക്കോടതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഈ ഭാരതാംബ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് അത് ആ പരിപാടി റദ്ദാക്കുന്ന രീതിയിലേക്ക് എത്തുക, അതൊരു മതചിഹ്നമായി മാറുന്നത് എങ്ങനെയാണെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ആശ്ചര്യപ്പെട്ടിരുന്നു. അതിനെ ഒരു വനിതയാണ്, അത് ഒരു സാരി ഉടുത്തു വരുന്ന വനിതയാണെന്ന രീതിയിലൊക്കെ തന്നെ എങ്ങനെ അതിനെ അടയാളപ്പെടുത്താൻ സാധിക്കുന്നു എന്നൊക്കെ തന്നെ ഹൈക്കോടതി അത് ചോദിച്ചിരുന്നു.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പരിപാടി റദ്ദാക്കിയത് PRO നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം സർവകലാശാലയ്ക്കുള്ളിൽ അത് സർവകലാശാലയുടെ പരിപാടി അല്ലെങ്കിൽ കൂടി സെനറ്റ് ഹാളിൽ നടക്കുന്ന പരിപാടികൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ ലംഘനം നടന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ നടന്ന ലംഘനമാണെന്ന് പറയണം. പ്രത്യേകിച്ചും സാധാരണ ഒരു വ്യക്തി പങ്കെടുത്ത പരിപാടിയല്ല, VVIP പരിരക്ഷയുള്ള അല്ലെങ്കിൽ സുരക്ഷയുള്ള സംസ്ഥാനത്തെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി. ആ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഏത് സാഹചര്യത്തിലാണ് രജിസ്ട്രാർ അത് റദ്ദാക്കുന്നത്? പ്രത്യേകിച്ചും രജിസ്ട്രാർ അത് സംബന്ധിച്ച് ഒരു മെയിൽ രാജ്ഭവന് കൊടുക്കുന്നത്, അതായത് ഈ പരിപാടി റദ്ദാക്കുന്നത് സംബന്ധിച്ച് രാജ്ഭവന് മെയിൽ കൊടുക്കുമ്പോൾ അവിടെ ഗവർണർ ഈ പരിപാടി സ്ഥലത്ത് എത്തിയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ തന്നെ ഈ നടപടി, അതായത് നിലവിൽ VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചട്ടവിരുദ്ധ ലംഘനം അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ ലംഘനം രജിസ്ട്രാറിൻ്റെ ഭാഗത്തുണ്ട്. അതിനെയൊക്കെ തന്നെ മറികടക്കാനുള്ള റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിലെടുക്കുന്ന തീരുമാനം നിർണായകമാണ്. ആ ക്രിസ്ത്യന് ചോദിച്ചതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ അത് സംബന്ധിച്ച് കൃത്യമായ പ്രോട്ടോകോൾ ലംഘനം നടന്നു എന്ന് തന്നെ ആ ഗവർണറുടെ പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘനം അല്ലെങ്കിൽ ആ പരിപാടിക്ക് അനുമതി നിഷേധിക്കാനുള്ള ചില കാരണങ്ങളുണ്ട് എന്ന് തന്നെ കൃത്യമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ വാദിക്കും. അങ്ങനെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് സത്യവാങ്മൂലം കൊടുക്കാനുള്ള സമ്മർദ്ദം ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ട്. പക്ഷേ അത് സ്വന്തം അഭിഭാഷകൻ മുഖേന അല്ലെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ അജണ്ട തീരുമാനിക്കേണ്ടത് ഇന്നത്തെ താൽക്കാലിക ചുമതലയുള്ള സാങ്കേതിക സർവകലാശാലയുടെ VC സിസ തോമസ് ആണ്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു വിവേചന അധികാരം ഉപയോഗിച്ച് രീതിയിൽ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിനെ നോക്കിക്കാണുമെന്നതാണ് കാണേണ്ടത്. ക്രിസ്റ്റീന. ശരി, മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. വിവാദങ്ങൾക്കിടെ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ പോകുന്നു. സർക്കാരുമായി ഏറെ നാൾ ഏറ്റുമുട്ടിയ സിസ തോമസ് ആണ് ഇപ്പോൾ താൽക്കാലിക വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്നത്. സിസ തോമസിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരാൻ പോകുന്നത്. രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ നാടകീയമായ സംഭവങ്ങൾക്കും സിൻഡിക്കേറ്റ് യോഗത്തിനിടെ സാധ്യതയുണ്ട്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.